ഹായ് ഗൈസ് 2022 ICT മെന്റർഷിപ്പിന്റെ മലയാളം വേർഷൻ ആണ് ഇനി അങ്ങോട്ടേക്കുള്ള സീരീസിൽ നിങ്ങൾ കാണാൻ പോകുന്നുണ്ടാകുക. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നുണ്ടാകുക ഡെയിലി ബയാസിനെ കുറിച്ചാണ്. കൺഫ്യൂഷൻ ഉള്ള ഡെയിലി ബയാസിന്റെ സമയത്ത് നമുക്ക് എങ്ങനെ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാമെന്നും അതേപോലെ തന്നെ കോറിലേഷൻ ബേസ് ചെയ്തിട്ടുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചായിരിക്കും ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടാകുക. അതേപോലെ തന്നെ ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ചിട്ടും ബേസിക് ആയിട്ടുള്ള ICT കോൺസെപ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സീരീസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഈ ഒരു ചാനലിലേക്ക് വന്നിട്ട് ഫോറക്സ് മാർക്കറ്റിന്റെ ഈ ഒരു കോഴ്സ് എന്നുള്ള ഈ ഒരു പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 36 വീഡിയോസ് ഇവിടെ അവൈലബിൾ ആണ്. ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാം, ബ്രോക്കേഴ്സിനെ കുറിച്ച് പഠിക്കാൻ പറ്റുന്നതാണ്, പ്രോഫേമിനെ കുറിച്ചിട്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ICTന്റെ കോൺസെപ്റ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ അഡ്വാൻസുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലോട്ട് മനസ്സിലാക്കാൻ പോകുന്നത് ICT 2000 മെന്റർഷിപ്പിലെ എപ്പിസോഡ് 7 അതായത് ICTയുടെ 7ാമത്തെ എപ്പിസോഡിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ടാവുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈം ബേസ്ഡ് മോഡലായിട്ടുള്ള ന്യൂയോർക്കിലെ 8:30 ശേഷമുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു സെറ്റപ്പിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നോക്കുന്നത്. കുറച്ചും കൂടി കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്ന ഒരു ചാർട്ട് വെച്ചാൽ നാസ്ഡാക്ക് 100ന്റെ ഈമനി ഫ്യൂച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു നാക്കഡ് ചാർട്ടാണ്. നമുക്ക് ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലാണ് ഇവിടെ കണ്ടു 1 ഡേ എന്നുള്ള ഈ ഒരു ചാർട്ടിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള ബൈ സൈഡിലേക്ക് കുറിച്ച് ടേക്ക് ഔട്ട് ചെയ്തിട്ട് പ്രൈസ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് വീണ്ടും അപ്പ് സൈഡിലേക്ക് വിട്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് പ്രൈസ് കൺസിക്യൂട്ടീവായ ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലെല്ലാം ഈ ഒരു ഏരിയയിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡൗൺ സൈഡിലേക്ക് പോയേക്കാന്നുള്ള കാര്യങ്ങളെല്ലാം. ഓക്കെ, അതിനുശേഷം പ്രൈസ് നല്ല രീതിയിൽ ഡ്രോപ്പും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് എന്തായിരിക്കും? നമുക്ക് ലോ ടൈം ഫ്രെയിമിന്റെ കൺഫർമേഷൻ ബേസ് ചെയ്തിട്ട് ഹൈ ടൈം ഫ്രെയിമിലേക്ക് നോക്കാൻ പറ്റും. അതേപോലെ തന്നെ പ്രീമിയം ഏരിയാസിലേക്ക് നോക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയ സ്വിംഗ് ഹൈ ക്രിയേറ്റ് ആയിട്ടുണ്ട്, അതേപോലെ സ്വിംഗ് ലോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രീമിയം ഡിസ്കൗണ്ട് നോക്കുന്ന സമയത്ത് ഈ ഒരു സ്വിംഗ് ഹൈ ടു ഈ ഒരു സ്വിംഗ് ലോ ആയിരിക്കും നോക്കുന്നുണ്ടാകുക. ഇതായിരിക്കും നമുക്ക് 50% ഏരിയ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു 50% ഏരിയയുടെ മുകളിൽ എന്താണ് ഈ ഒരു ഡൗൺ സൈഡിൽ ഈ ഒരു 50% താഴെ നമുക്ക് ഡിസ്കൗണ്ടും ഈ ഒരു അപ്പ് സൈഡിൽ നമുക്കൊരു പ്രീമിയം ഏരിയ ആണ്. അപ്പോൾ ഈ പ്രീമിയം ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെൽ ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ പറ്റുന്നതാണ്. ഡിസ്കൗണ്ട് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ഈക്വിലിബ്രിയം ലെവലാണുള്ളത്. പ്രൈസ് നമുക്ക് ഷോർട്ട് നോക്കാനും അതേപോലെ തന്നെ ബൈ നോക്കാനുമുള്ള കൺഫ്യൂഷൻ നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ICT നമ്മളോട് പറഞ്ഞിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ ഉള്ള സമയത്ത് ഒരു ഈക്വിലിബ്രിയം ലെവലാണ് പ്രൈസ് ഉള്ളതെന്നുണ്ട് എങ്കിൽ നമുക്ക് ഷോർട്ട് ടേം ആയിട്ടുള്ള സെൽ സൈഡ് ആൻഡ് ബൈ സൈഡ് ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ പറ്റുന്നതാണ്. എന്താണ് ഡെയിലി ബയാസ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ അതിന്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡൗൺ സൈഡ് ലിങ്ക് കൊടുക്കാം, അവിടെ പോയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡെയിലി ബയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇപ്പം പ്രൈസ് ഈ ഒരു ഏരിയയിലാണ് ഉള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയന്ന് പ്രൈസ് ഡൗൺ സൈഡിലേക്ക് ഒരു എക്സ്പെക്ടേഷൻ വെക്കലാണ് നെക്സ്റ്റ് ക്യാനിൽ ഡൗൺ സൈഡിലേക്ക് പോകുന്നത്. ഒരിക്കലും നമ്മളതിന്റെ ക്ലോസോ കാര്യങ്ങളൊന്നും അല്ല പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ടാകുക. ആ ഒരു ക്യാനൽ ഓപ്പൺ ആയതിനു ശേഷം എങ്ങോട്ടേക്കെല്ലാം പോയേക്കാന്നുള്ളൊരു എക്സ്പെക്ടേഷനെയാണ് നമ്മൾ ഡെയിലി ബയാസ് എന്ന് പറയുന്നുണ്ടാകുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഡെയിലി ബയാസിന്റെ എക്സ്പെക്ടേഷൻ വെച്ച് ഈ ഒരു ഏരിയയിൽ നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ ഒരു കൺസോളിഡേഷൻ ആണ്. നമുക്കൊരു ബൈ സൈഡ് നോക്കാൻ പറ്റും, സെൽ സൈഡ് നോക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള ഓർഡർ ബ്ലോക്കിലാണ് ടാപ്പ് ചെയ്തിട്ടുള്ളത്. പ്ലസ് അപ്പ് സൈഡിലേക്ക് പോയേക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും ഈ ഒരു സെൽ സൈഡിന്റെ എടുത്തതിന് ശേഷം ഒരു പ്രീമിയം ഏരിയയിലേക്ക് വന്നതിന് ശേഷമാണ് സെല്ല് വന്നിട്ടുള്ളത്. പ്രൈസ് ഡൗൺ സൈഡിലേക്കും പോയേക്കാം. അപ്പം ഇങ്ങനെയുള്ള ഒരു കൺസോൾട്ടേഷൻ ടൈമിൽ നമുക്ക് ലോവർ ടൈം ഫ്രെയിമിന്റെ ബേസ് ചെയ്തിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാസ്ഡാക്കിന്റെ ഒരു 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം ആണ്. ഈ ഒരു 15 മിനിറ്റ്സിന്റെ ടൈം ഫ്രെയിം ബേസ് ചെയ്തിട്ട് നമുക്ക് അല്ലെങ്കിൽ 1 ഹവറിന്റെ ടൈം ഫ്രെയിം ബേസ് ചെയ്തിട്ട് ഷോർട്ട് ടൈം ആയിട്ടുള്ള ബൈ സൈഡ് ആൻഡ് സെൽ സൈഡ് നോക്കിക്കൊണ്ട് നമുക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റും. അത് എല്ലാ സമയത്തും നമ്മൾ നോക്കേണ്ടതുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടൈം പീരീഡ് ആണ് 8:30 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടൈമിന് ശേഷം നമുക്ക് ആ ഒരു സ്വിംഗ് ലോ ആൻഡ് സ്വിംഗ് ഹൈ ടേക്കൻ ഔട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഇവിടെ എന്താണ് ഓപ്പർച്യൂണിറ്റി തന്നിട്ടുള്ളതെന്ന് നിങ്ങൾ വാച്ച് ചെയ്ത് നോക്കിയാൽ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കാണാൻ പറ്റും ഇവിടെ നമുക്കൊരു സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇത് ടേക്കൻ ഔട്ട് ചെയ്തിട്ട് പ്രൈസ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഏരിയയിൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ട് ഈ മേജർ ആയിട്ടുള്ള സെൽ സൈഡ് ലിക്വിഡിറ്റി നമുക്ക് ഇവിടെ മേജർ ആയിട്ടുള്ള ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി കാണുന്നുണ്ട്. ഇത് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റും. അതേപോലെ ഈ ഒരു ഏരിയയിൽ നിന്ന് ബൈ ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ICT കാണിച്ചു തന്നാൽ ഈ ഒരു ഏരിയയിലെ ബൈ ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചാണ്. ഓക്കെ, നമുക്ക് സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് ഹയർ ടൈം ഫ്രെയിമിൽ ഒരു കോൺഫിഡൻസ് കിട്ടി. 8:30 ശേഷം ഈ ഒരു സ്വിംഗ് ലോന്റെ താഴോട്ടേക്ക് ഒരു റണ്ണ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒരു ലിക്വിഡിറ്റി ഏരിയ വരെ നമുക്ക് നോക്കാൻ പറ്റും.
ഏതായിരിക്കണം നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ടാർഗറ്റ് ഈ ഒരു ഏരിയ ഹൈ ടൈം ഫ്രെയിമിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഇതൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി ആണ്. അതേപോലെ ഇതൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി ആണ്. ഇത് എടുക്കണോ ഏതാണ് ബെറ്റർ? നമ്മൾ ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് എടുക്കുന്നതിൽ നമുക്ക് ഈ ഒരു ബൈ സൈഡ് എടുക്കുന്നതാണ് കുറച്ചും കൂടി ബെനിഫിറ്റ് ആയിട്ടുണ്ടാകുക. എന്തുകൊണ്ടാണ്? നമുക്കിവിടെ നോക്കിക്കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും സ്വിംഗ് ഹൈ ക്രിയേറ്റ് ആയിട്ട് ഡ്രോപ്പ് വന്നിട്ടുണ്ട്. വീണ്ടും ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടാണ് കണ്ടോ, ഈ ഒരു സെയിം ഏരിയയിലേക്ക് വന്നിട്ടാണ് പ്രൈസ് ഡ്രോപ്പ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആയിട്ടായിരിക്കും റീറ്റെയിലേഴ്സ് കാണുന്നുണ്ടാകാം. അപ്പോൾ ഇവിടെ നമുക്ക് ധാരാളം ബൈ സൈഡ് ലിക്വിഡിറ്റി കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സ്വിംഗ് ഹൈ ടു ഈ ഒരു സ്വിംഗ് ലോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് പ്രീമിയം ഏരിയ കാണാൻ പറ്റുന്ന ഈ ഒരു ഹൈ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയന്ന് ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റിന്ന് ബൈ ഓപ്പർച്യൂണിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹൈ വരെ നോക്കാൻ പറ്റുന്നതാണ്. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ബൈ ഓപ്പർച്യൂണിറ്റി നോക്കാം. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ ബൈ നോക്കേണ്ടതായിട്ട് വേണ്ട വരിക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, ആ ഒരു ഫെയർ വാല്യൂയുടെ ആ ഒരു കോൺസെപ്റ്റും കാര്യങ്ങളൊന്നും ഓർത്ത് നോക്കിയേ. നമുക്കൊരു ടേക്കൻ ഔട്ട് ചെയ്യണം. സ്മോൾ ടൈം ഫ്രെയിമിൽ നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടണം. അതിനുശേഷം ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വരണം. അതിനുശേഷം എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ട് നെക്സ്റ്റ് ലിക്വിഡിറ്റി ലെവൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ, പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. നാസ്ഡാക്കിന്റെ തന്നെ ചാർട്ടാണ്. അത് ഞാൻ പറയാനുള്ള കാര്യം കൂടി പറയാം. നാസ്ഡാക്കിലാണ് നമ്മൾ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നത്. പ്രൈസ് ഡ്രോപ്പ് വന്നു, സെൽ സൈഡ് ലിക്വിഡിറ്റി ടേക്കൻ ഔട്ട് ചെയ്തു. റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള സ്വിംഗ് ഹൈ ഏതാണ്? ഇതാണ് നമുക്ക് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള സ്വിംഗ് ഹൈ അല്ലേ. അതിനുശേഷം പ്രൈസ് ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ? ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഇത് ബ്രേക്ക് ചെയ്തിട്ടില്ല അല്ലേ. നമുക്കിത് ബ്രേക്ക് ചെയ്താലല്ലേ ബൈ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിന് ശേഷമല്ലേ ബൈ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്യാതെ പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്ന് വീണ്ടും അപ്പ് സൈഡിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ICT ഈ ഒരു ഏരിയയിൽ നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ നമുക്ക് നാസ്ഡാക്കിൽ ബൈ എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതെങ്ങനെ നമുക്ക് എടുക്കാന്നുള്ളൊരു കോൺസെപ്റ്റും കൂടി പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയില്ലല്ലോ. അപ്പോൾ എങ്ങനെ നമ്മൾ ബൈ എടുക്കുന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ഇവിടെ. അതെങ്ങനെയായിരിക്കും? ഇവിടെയാണ് നമ്മൾ കോറിലേഷൻ പെയർസിനെ കുറിച്ചിട്ടും ഡൈവേർജൻസിനെ കുറിച്ചിട്ടല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് നാസ്ഡാക്കിന്റെ കോറിലേറ്റർ ആയിട്ടുള്ള ഒരു പെയർ ആണ് S&P 500. അപ്പോൾ S&P 500 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നാസ്ഡാക്കിന്റെ 50 മിനിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരു 50 മിനിറ്റ്സിൽ സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. സെയിം തന്നെയാണ് നമ്മൾ S&P 500 ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ടേക്കൻ ഔട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ലോ ടൈം ഫ്രെയിമിന്റെ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബൈ ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മൾ ട്രേഡ് എടുക്കാൻ പോകുന്നത് നാസ്ഡാക്കിലാണ്. എന്തുകൊണ്ടാണ്? നാസ്ഡാക്കിലാണ് നമ്മൾ ആ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നത്. ഓക്കെ, ആ ഒരു ബേസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരു കോറിലേഷൻ്റെ ഒരു ഐഡിയ ആണ് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നാസ്ഡാക്കിലാണ് ട്രേഡ് എടുക്കുന്നത്. പക്ഷേ കോറിലേഷൻ ആയിട്ട് നോക്കുന്നത് നമുക്കിവിടെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. നമുക്കിവിടെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. എന്തുകൊണ്ടാണ്? മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. അപ്പോൾ കോറിലേഷൻ അസറ്റിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ S&P 500 സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ടേക്കൻ ഔട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ടേക്കൻ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ 2 മിനിറ്റ്സ് ടൈം ഫ്രെയിം ആണ്. ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്, അപ്പ് സൈഡിലേക്ക് പോയിട്ട് ഈ ഒരു റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്ത് നമുക്ക് ഇവിടെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടില്ല. ഇവിടെ നമുക്കൊരു MSS കിട്ടിയിട്ടുണ്ട്. പ്രൈസ് ഡ്രോപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഈ ഒരു ഏരിയയിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടോ, ഈ ഒരു ഏരിയയിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് ടാപ്പ് ചെയ്തിട്ടാണ് പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോയിട്ടുള്ളത്. ഇത് നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി അല്ലേ. നമുക്ക് ഇവിടെ ട്രേഡ് എടുത്തുകൊണ്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം. ടാർഗറ്റ് നമുക്ക് ആ ഒരു ഹൈ വരെ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മൾ S&P 500 നമ്മൾ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നത് നമ്മൾ നാസ്ഡാക്കിലാണ്. ഈ ഒരു ടൈം നമുക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. ആ ഒരു സമയത്തായിരിക്കും നമ്മൾ നാസ്ഡാക്കിൽ ഈ ഒരു ടൈം ബൈ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ നാസ്ഡാക്കിൽ ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കൺഫേം ചെയ്യാതെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ഇല്ലാതെ നമ്മൾ ട്രേഡ് എടുക്കുന്നുണ്ട്. ഇതിന്റെ കൺഫ്ലുവൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള എന്താണ്? S&P 500 ചാർട്ട് ബേസ് ചെയ്തിട്ടാണ്. ഇതൊരു കോറിലേറ്റഡ് ആയിട്ടുള്ള അസറ്റ് ആയിട്ട് കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ICT പറയുന്നത് ഇതൊരു ഇൻഡിക്കേറ്റർ ആണെന്നാണ്. നമുക്ക് ഇത് മാത്രം ബേസ് ചെയ്ത് നോക്കണം എന്നല്ല, ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, നമുക്ക് രണ്ടും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബൈ മോഡൽ വരാൻ ചാൻസസ് ഉണ്ടോ എന്ന്. ഓക്കെ, കൺഫ്യൂസ് ആവുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ICT ഈ ഒരു ഏരിയയിൽ നമുക്ക് ട്രേഡ് എടുത്ത ചാർട്ടും കാര്യങ്ങളും കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ ഒരുപാട് ട്രേഡ്സും കാര്യങ്ങളെല്ലാം പഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ റീസൺസും കാര്യങ്ങളെല്ലാം ഒരുപാട് കാര്യങ്ങൾ പുള്ളി പറയുന്നുണ്ട്. അതൊന്നും ഞാൻ പറയാൻ നിൽക്കണില്ല. നമുക്ക് ഈ ഒരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്യാം. ഈ ഒരു ഏരിയ നിന്നാണ് നാസ്ഡാക്കിൽ NQH22 കണ്ടോ, നാസ്ഡാക്കിൽ ട്രേഡ് എടുത്തിട്ടുണ്ടായത്. എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഏരിയയിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ട്രേഡ് എൻട്രിയും എക്സിറ്റിന്റെ ഏരിയ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ടില്ല. ഡൗൺ സൈഡിലേക്ക് വന്ന് ഇവിടെ നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇല്ല എൻട്രി ചെയ്യാൻ വേണ്ടി. പക്ഷെ നമ്മൾ എൻട്രി ചെയ്ത് എന്തുകൊണ്ടാണ്? നമ്മൾ S&P 500 കൺഫർമേഷന്റെ
ഒരു കോറിലേഷൻ ബേസ് ചെയ്തിട്ടാണ് എൻട്രി ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഈ ഒരു കോറിലേഷൻ്റെ ബേസിലാണ്. ഓക്കെ, ഒരിക്കലും എൻട്രി ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഇത് എടുക്കണം എന്നല്ല, കോറിലേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് എൻട്രീസും അതേപോലെ ഒരു ബയാസെല്ലാം എക്സ്പെക്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ടാർഗറ്റ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ഹൈസ് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. എന്തുകൊണ്ടാണ്? ഇവിടെയാണ് റീറ്റെയിലേഴ്സിന്റെ റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടാകുക, ബൈ സൈഡ് ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് നമുക്ക് കാണുന്നുണ്ടാകുക. അപ്പോൾ ഇവിടെ നമുക്ക് സ്മോൾ ടൈം ഫ്രെയിമിൽ ട്രേഡ് എടുത്തുകൊണ്ട് ഈ ഒരു ഹൈയിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്കൊരു മറ്റൊരു ചാർട്ടും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കോറിലേഷൻ ആക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നാസ്ഡാക്ക് ഉണ്ട്, S&P 500 ഉണ്ട്, അതേപോലെ തന്നെ നാസ്ഡാക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു രണ്ട് ചാർട്ടും ഓൾമോസ്റ്റ് സെയിം, S&Pയും അതേപോലെ നാസ്ഡാക്കും അതേപോലെ S&P നോക്കിക്കഴിഞ്ഞാൽ സെയിം ആയിട്ട് തന്നെയാണ് നമുക്ക് മൂവ്മെന്റ് കാണാൻ പറ്റുന്നത് ഓൾമോസ്റ്റ്. പക്ഷേ ഇവിടെ നമ്മൾ ഡൗ ജോൺസിന്റെ ഒരു ഫ്യൂച്ചേഴ്സ് ചാർട്ട് എടുക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇതെല്ലാം കോറിലേറ്റഡ് ആയിട്ടുള്ള പെയർസ് ആണ്. പക്ഷേ ഇവിടെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് SMTs നമുക്ക് കാണാൻ പറ്റുന്നതാണ്. SMT എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് മണി ടെക്നിക്സ്. ഒരു പാരാലിസിസ് ആക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്, ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെയും നമുക്ക് മാർക്കറ്റിൽ അനാലിസ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സ്പോൺഷിപ്പ് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളൊരു തോട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, എന്താണ് ICT പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു കാര്യം തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് മലയാളം വേർഷനിൽ പറഞ്ഞു തരുന്നുണ്ടാകുക, കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നാസ്ഡാക്കിൽ നമ്മൾ നേരത്തെ കണ്ടു, ഇവിടെ സെൽ സൈഡ് എടുത്തു, അതിനുശേഷം ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ S&Pയിൽ സെൽ സൈഡ് എടുത്തു, ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ 830 നമുക്ക് ഡൗ ജോൺസ് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഡൗ ജോൺസിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ നമുക്ക് ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ രണ്ട് സ്ഥലത്തും ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഡൗ ജോൺസിൽ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗ ജോൺസ് വില്ലിംഗ് അല്ല ഡൗൺ സൈഡിലേക്ക് വരാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇവിടെ ഒരു മാനിപ്പുലേഷൻ ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു സെൽ സൈഡ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ബൈ സൈഡ് പോകാൻ വേണ്ടിയിട്ടാണ്. കുറച്ചും കൂടി കൺഫർമേഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു 3 ചാർട്ടിൻ്റെയും കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എന്താണ്? ഇവിടെ ഒരു ഹയർ ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ഒരിക്കലും ഡൗൺ സൈഡ് പോകാൻ വില്ലിങ് ചെയ്യുന്നില്ല. ഇതൊരു ഫേക്ക് ആയിട്ടുള്ള മൊമെന്റ് ആണെന്നാണ് നമുക്ക് ഈ ഒരു ഡൗൺ ജോൺസുമായിട്ട് നമുക്ക് ഇത് കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാകാം. ഓക്കെ, ഇത് ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് പോകുന്നുണ്ട് എങ്കിൽ ചാർട്ട് ഇവിടെയും ഡൗൺ സൈഡിലേക്ക് തന്നെ വന്നിട്ട് ക്ലോസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഒരു ബൈയിങ് സെറ്റപ്പ് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ക്ലിയർ? അപ്പോൾ ഇവിടെ ഒരു സ്പോൺഷിപ്പ് കാണുന്നത് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ്. ഇവിടെ ഒരു ഹയർ ഹൈ ആണ് കാണാൻ പറ്റുന്നത്, ഇവിടെ ഒരു ലോവർ ലോ ആണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് നമുക്ക് കാണാൻ പറ്റുക നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ ഒരു സ്മാർട്ട് മണി പാർട്ടിസിപ്പേഷൻസ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കുള്ള ഒരു റണ്ണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു S&P 500ൻ്റെയും അതേപോലെ തന്നെ ഈ ഒരു നാസ്ഡാക്കിന്റെയും കോറിലേഷൻ നിങ്ങൾ മനസ്സിലാക്കി പോവുക. ഡൗ ജോൺസിലേക്കൊന്നും പോകണ്ട, ജസ്റ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. പുള്ളി പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ബേസ് ചെയ്തിട്ട് നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് കൺഫർമേഷൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ബാക്കിയുള്ള എൻട്രി മെത്തേഡും കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ഒരു 830 ശേഷമുള്ള ആ ഒരു കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയുള്ള ഒരു വീഡിയോസിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 വീഡിയോ സംതിങ് ആയി. ഈ ഒരു വീഡിയോസിലെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഡിഫറെൻറ്റ് ടൈം എല്ലാ ദിവസങ്ങളിലുള്ള ചാർട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് വർക്കൗട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് എല്ലാ ദിവസങ്ങളും എല്ലാ വീക്സിലും വർക്കാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു സ്ട്രാറ്റജിയും കൂടിയാണ്. നിങ്ങളൊരു സെറ്റപ്പായിട്ട് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലും കൂടിയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.